ഒരുപാട് സ്ത്രീകള് ബ്രസ്റ്റില് ചെറിയ മുഴകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് വരാറുണ്ട്. അത് പ്രത്യേകിച്ച് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവര് തൊട്ട് നോക്കുന്ന സമയത്ത് ഉരുണ്ടുള്ള മുഴകൾ കാണാറുമുണ്ട്. അപ്പൊ ഇത്തരം മുഴകൾ നമ്മൾ എത്രത്തോളം പേടിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനെ കുറിച്ച് അവെയർ ആയതുകൊണ്ട് പല യൂട്യൂബ് വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അവെയർ ആയതുകൊണ്ട് ആൾക്കാർ പലപ്പോഴും എല്ലാ മാസമുറകളിലും ഒന്ന് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും മുഴകളുണ്ടോയെന്ന് ചിലപ്പോൾ അവർ തന്നെ കണ്ടുപിടിച്ച് പേഷ്യൻസ് തന്നെ കണ്ടുപിടിച്ച് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അവരുടെ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഴ എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറിന്റെ പേടി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ഒരു തടിപ്പുണ്ട്, ബ്രസ്റ്റ് മൗസ് എന്ന് നമ്മൾ പറയും. അതായത് ഫൈബ്രോഡിനോമ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടിപ്പുണ്ട്, അത് മൂവ് ചെയ്യും, പക്ഷെ അതിന് പെയിൻ കാണത്തില്ല. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മുഴ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ കാണുകയാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പേഷ്യന്റ് പറയുന്ന ഒരു സ്കാൻ ചെയ്ത് നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ബ്രസ്റ്റിന്റെ സ്കാൻ ചെയ്ത് നോക്കാൻ പറയും. ബ്രസ്റ്റിന്റെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് അതിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ടൈപ്പുള്ള കാൽസിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കും. പിന്നെ അതിന് അഥവാ ഫൈബ്രോഡിനോസിസ് അല്ല എന്നൊരു സംശയം, അഡിനോമ അല്ല എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു FNAC നീരുത്തിലുള്ള പരിശോധന ചെയ്യാനും പറയും. സാധാരണ രീതിയിൽ ഇതിന് നമുക്ക് ഓപ്പറേഷന്റെ ആവശ്യം ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുഴ മാത്രമായിട്ട് ഒന്ന് എക്സസൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് വിടാവുന്നതുമാണ്. പിന്നീട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ പോലെയുള്ള ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഈവനിങ് പ്രൈമറോസോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, ഇത് കൊടുത്താലും ഇതിന് ഒരു ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ വേദനയും ഈ നീർക്കെട്ടും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യാറുണ്ട്. എപ്പോഴാണ് ഈ വേദനയില്ലാത്ത മുഴകളെ നമ്മൾ പേടിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഈ ഫൈബ്രോഡിനോമയ്ക്ക് പെയിൻ കാണാറില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോഴാണ് നിപ്പിളിൽ നിന്ന് ചിലപ്പോൾ ഈ റെഡ് ആയിട്ട് ബ്ലഡ് ഡിസ്ചാർജ് കാണും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കണം. അതുപോലെ നിപ്പിൾ റിട്രാക്റ്റഡ് നിപ്പിൾ, അതായത് ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന നിപ്പിള്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ സ്കിൻ ചേഞ്ചസ് വരികയാണ്, ഓറഞ്ച് അപ്പിയറൻസ് പോലെ സ്കിൻ ചേഞ്ചസ് വരിക. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ കക്ഷത്തിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഗ്രന്ഥികളുടെ വീക്കം വരികയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉടൻ തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു സർജനോ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റോ കാണിച്ചിട്ട് നമ്മൾ അത് വേണ്ടി വന്നാൽ ആ മുഴ എടുക്കേണ്ട ആവശ്യമുണ്ട്.